സാർ, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസിന് സാധ്യതയുണ്ടോ? നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുന്നതുകൊണ്ടോ പ്രത്യേകിച്ച് ഒരു ഇഷ്യൂസ് ഒന്നും വരാൻ സാധ്യതയില്ല. കാരണം സ്വാഭാവികമായി പണമിടപാടുമായി ബന്ധപ്പെട്ട് നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം. പക്ഷേ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചുരുങ്ങിയ കാല സമയം കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് GCCയിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് പ്രവാസിയായിരിക്കും, ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ പല ബന്ധങ്ങളും നമുക്കുണ്ടാകും. അപ്പോൾ നമുക്ക് റീസെൻ്റ്ലി വന്നൊരു ക്ലയൻറ്റ്, പുള്ളിക്കാരനൊരു ചുരുങ്ങിയ സമയം കൊണ്ട് പുള്ളിക്കാരനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഈ ഫ്രണ്ട് പുള്ളിക്കാരൻ്റെ വിളിച്ചുകൊണ്ട് പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നു. അതായത് പുള്ളി പറയുന്നത് എൻ്റെ അക്കൗണ്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് ഒരു പേയ്മെൻറ്റ് വരും, അത് നിങ്ങൾ അക്കൗണ്ട് വഴി ഒന്ന് വിത്ഡ്രോ ചെയ്ത് തരണം എന്നാണ് പുള്ളി പറഞ്ഞത്. ആ ആവശ്യപ്രകാരം പുള്ളി അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു, ഒരു പേയ്മെൻറ്റ് പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. ഉടനെ തന്നെ നമ്മുടെ ക്ലയൻറ്റ് അത് വിത്ഡ്രോ ചെയ്തിട്ട് പുള്ളിക്കാരൻ കൊടുക്കുകയും ചെയ്യും. ഈ ഒരു ഉപകാരം ചെയ്തതിൻ്റെ ഫലമായിട്ട് പുലിവാല് പിടിച്ചിരിക്കുന്ന ഒരു ക്ലയൻ്റ് ഉണ്ട്. അതെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, പുള്ളിക്കാരൻ ഈ പറഞ്ഞ ഫ്രണ്ട് മറ്റൊരാൾക്ക് പ്രോപ്പർട്ടി ഉണ്ട്, വില്ലയുണ്ട് എന്ന് പറഞ്ഞ് ഒരു വില്ല കാണിച്ചു കൊടുക്കുകയും അതിന് അഡ്വാൻസ് വാങ്ങിക്കുകയും ഈ അഡ്വാൻസ് തുകയാണ് ഇദ്ദേഹം നമ്മുടെ ക്ലയൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. പക്ഷേ അങ്ങനെ ഒരു പ്രോപ്പർട്ടിയോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. അത് ഫേക്ക് ആയതുകൊണ്ട് ഈ പൈസ കൊടുത്ത ആൾ കംപ്ലയിൻറ്റ് കൊടുക്കുകയും നമ്മുടെ ക്ലയൻറ്റ് ഇപ്പോഴും ദുബായിൽ നമ്മുടെ ഒരു കേസാണ്, ഇപ്പോഴും ലീഗൽ പ്രൊസീഡിങ്സ് നേരിടും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ബാങ്ക് അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് വരുമ്പം അതിൻ്റെ സോഴ്സ് കാര്യങ്ങളെല്ലാം കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം നമ്മൾ അതിന് മുതിരുക എന്നുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.